ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു സാമ്പിൾ പ്രോഗ്രാം ബേസ് ചെയ്താണ് ഫങ്ഷൻസ്, അതായത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന സംഭവത്തിൻ്റെ കൺസെപ്റ്റ് നമ്മൾ നോക്കിയത്. ഒരു സാധാ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ ഒരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നും അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും അതായത് അതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണെന്നും നമ്മൾ ഈ ഒരു സെയിം പ്രോഗ്രാം ഉപയോഗിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയും. ഇതേ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ, അതായത് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഫംഗ്ഷൻസിൻ്റെ കുറച്ചും കൂടെ ഇൻഫർമേഷൻസ് നമുക്ക് പുതിയതായിട്ട് കാണാം. ഇത് ചെറിയ ചെറിയ പോയിന്റ്സുകളാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇതാണ് ഫംഗ്ഷൻ, അതായത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയപ്പെടുന്ന ഫംഗ്ഷൻ. ഇത് അഡീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ, അഡീഷൻ എന്നാണ് ആ ഫംഗ്ഷന്റെ പേര്. ഇത് മെയിൻ ഫംഗ്ഷൻ, ഈ ഫംഗ്ഷന്റെ പേര് എന്ന് വെച്ചാൽ മെയിൻ ആണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഒരു സി പ്രോഗ്രാമിൽ. എല്ലാ സി പ്രോഗ്രാമിലും മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നിർബന്ധമായി ഉണ്ടായിരിക്കണം. ആ പ്രോഗ്രാം ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിരിക്കും. ഈ മെയിൻ എന്ന ഫംഗ്ഷന്റെ അകത്താണ് അടുത്തൊരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. ആ പുതിയൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്. ഫംഗ്ഷന്റെ പേര് മെൻഷൻ ചെയ്തിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് അതിന് ഇൻപുട്ടായിട്ട് ഉപയോഗിക്കേണ്ട വാല്യൂസും കൂടെ നമ്മൾ ലിസ്റ്റ് ചെയ്യും. ആ വാല്യൂസ് ഒന്നുകിൽ എന്തെങ്കിലും വേരിയബിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വേഷൻസ്, എക്സ്പ്രഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ എക്സാക്ട് വാല്യൂ തന്നെ ഇതിൻ്റെ അകത്ത് എഴുതാം. അതായത് 5 എന്നോ 10 എന്നോ 7.6 എന്നോ എന്താണെന്ന് വെച്ചാൽ ആ വാല്യൂ തന്നെ നമുക്ക് ഇതിൽ മെൻഷൻ ചെയ്യാൻ നോക്കും. അതായത് ഒന്നുകിൽ വേരിയബിൾസ്, അല്ലെങ്കിൽ ഇക്വേഷൻസോ എക്സ്പ്രഷൻസോ, അല്ലെങ്കിൽ ആ എക്സാക്ട് വാല്യൂ തന്നെ നമുക്ക് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴായിരിക്കും ആ പർട്ടിക്കുലർ പേരിലുള്ള ഫംഗ്ഷൻ പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷന്റെ ആദ്യത്തെ ഹെഡർ ലൈൻ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഫംഗ്ഷൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഫംഗ്ഷൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ മെയിൻ ഫംഗ്ഷനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫംഗ്ഷനിലോ ഇങ്ങനെ ഫംഗ്ഷൻ കോൾ ചെയ്യണം. ആ സമയത്ത് മാത്രമേ ഫംഗ്ഷൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ പുതിയതായിട്ട് അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ, അതായത് ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതേ സെയിം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെയും ഉപയോഗിക്കാനൊക്കും. അതായത് ഇതിൻ്റെ അകത്ത് തന്നെ പ്രിന്റ് സ്കാൻഎഫ് എന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കാം, ഫോർ ലൂപ്പും വൈൽ ലൂപ്പും അങ്ങനത്തെ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഉപയോഗിക്കാം, അറേസ് എല്ലാം ഉപയോഗിക്കാം. ഇതിൽ ഉപയോഗിക്കുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിലും യൂസ് ചെയ്യാനായിട്ട് വെക്കും. വേണമെങ്കിൽ ഈ മെയിൻ ഫംഗ്ഷനെക്കാളും കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് ഉള്ള അഡീഷണൽ ഫംഗ്ഷൻസ് തന്നെ നമുക്ക് ഇങ്ങനെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ അതിന് ലിമിറ്റേഷൻ ഒന്നുമില്ല. അത് നമ്മുടെ നമുക്ക് നമ്മുടെ യൂസ് എന്താണോ, എന്ത് ടാസ്കിന് വേണ്ടിയാണോ ഈ പ്രോഗ്രാം ഉണ്ടാകുന്നത് അതിനെ ബേസ് ചെയ്തിരിക്കും. വേണമെങ്കിൽ ഈ മെയിൻ ഫംഗ്ഷനെക്കാളും വലുതായിരിക്കും നമ്മൾ രണ്ടാമത് അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. ഇതിലിപ്പോൾ 3 സ്റ്റേറ്റ്മെന്റേ ഉണ്ടായിരിക്കത്തുള്ളൂ, ചിലപ്പം ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കാം. അതിന് ലിമിറ്റേഷൻ ഒന്നുമില്ല. അപ്പം അങ്ങനെയാണ് ഈ അഡീഷണൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ഈ പ്രോഗ്രാമിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സിക്യൂഷൻ ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയാം. ആദ്യം ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഈ ഹെഡർ ഫയൽസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ഈ ഫംഗ്ഷൻ്റെ ഹെഡർ ലൈൻ, അതായത് ഹെഡർ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ആ ഹെഡർ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യപ്പോഴാണ് ഫംഗ്ഷന്റെ പേരും അത് എന്ത് ടൈപ്പ് ഡാറ്റയാണ് റിട്ടേൺ ചെയ്യുന്നതെന്നും അതിൽ എന്തൊക്കെ വാല്യൂസ് ഇൻപുട്ട് ആയിട്ട് വേണം, അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്തൊക്കെയാണെന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാവും. അതിനുശേഷം മെയിൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. മെയിൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമ്മൾ ഈ ഫംഗ്ഷൻ കാൾ എന്ന സംഭവം ഉള്ളത്. ഫംഗ്ഷൻ കാൾ ചെയ്യുമ്പം അതിൻ്റെ കൂടെയുള്ള ഇൻപുട്ട് വാല്യൂസും കൂടെ സെൻഡ് ചെയ്യും, ഫംഗ്ഷനിലോട്ട് സെൻഡ് ചെയ്യും. അത് വന്ന് ഈ ഫംഗ്ഷന്റെ ഹെഡർ ലൈനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഡിക്ലെയർ ചെയ്തിട്ടുള്ള ആ വേരിയബിൾസിലോട്ട് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ വാല്യൂസ് ഉപയോഗിച്ചായിരിക്കും ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതും. എക്സിക്യൂട്ട് ചെയ്തിട്ട് അവസാനത്തെ റിസൾട്ട് എന്ത് വാല്യൂ ആണോ റിട്ടേൺ ചെയ്യേണ്ടത്, ആ റിട്ടേൺ ചെയ്യേണ്ട വാല്യൂവിനെ നമ്മൾ ഈ റിട്ടേൺ എന്ന് എഴുതി ആ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ മെൻഷൻ ചെയ്യും. ഈ മെൻഷൻ ചെയ്യുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. ഒന്നുകിൽ വേരിയബിൾ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വേഷനോ എക്സ്പ്രഷനോ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ തന്നെ 10 എന്നോ 15 എന്നോ വാല്യൂ തന്നെ നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. ആ വാല്യൂ മാത്രമേ ഈ ഫംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട് വരുള്ളൂ, മെയിൻ ഫംഗ്ഷനിലോട്ട് തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് മെയിൻ ഫംഗ്ഷനിലോട്ട് വന്ന് ഈ പോയിന്റിലോട്ട് വരും. അതായത് ഇവിടെ കിട്ടുന്ന റിസൾട്ട് എന്താണോ ആ വാല്യൂ ആണ് ഈ സം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നതും. എന്നിട്ട് അതിനെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനും സാധിക്കും. ഇതാണ് ഒരു സാമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ
നോർമലായി ഡൗട്ട് വരും, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആവശ്യമുണ്ടോന്ന്. അതായത് ഈ ഒരു വേരിയബിളിന്റെ സം ഈക്വൽ ടു അഡീഷൻ ബ്രാക്കറ്റിൻ്റെ അകത്ത് A, B എന്ന് കൊടുക്കുന്നതിന് പകരം ഈ സം എന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ അങ്ങ് അഡീഷൻ A, B എന്ന് കൊടുത്തുകൂടെ, അതായത് ഫംഗ്ഷൻ കോൾ നമുക്ക് ഇവിടെ തന്നെ ഉപയോഗിച്ചൂടെ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരാം. അങ്ങനെ ഉപയോഗിക്കാം, ഒരു കുഴപ്പവുമില്ല. ഇതുപോലെ ഇവിടെ ഇപ്പം സം എന്ന് പറയുന്ന വേരിയബിൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സം ഈക്വൽ ടു അഡീഷൻ AB എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ഫംഗ്ഷൻ കോൾ ഈ പ്രിന്റ്എഫ് എന്ന സ്റ്റേറ്റ്മെന്റ്, അതും ഒരു ഫംഗ്ഷനാണ്. ആ പ്രിന്റ്എഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അകത്ത് ഇവിടെ %d ആയിട്ട് എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതിനുള്ള മെൻഷൻ ചെയ്യുന്ന ആ പോർഷനിൽ തന്നെ നമുക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യാം. അതായത് അഡീഷൻ എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൻ്റെ അകത്ത് A, B എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ വെച്ച് ഫംഗ്ഷനെ കോൾ ചെയ്യും. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ പ്രിന്റ്എഫ് എന്ന സ്റ്റേറ്റ്മെന്റിൽ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അതിന് ഫംഗ്ഷൻ കോൾ ചെയ്യപ്പോൾ അത് നേരെ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്ന അഡീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. A എന്നും B എന്ന് പറയുന്ന വേരിയബിൾസിന്റെ വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിലും വൈയിലും സ്റ്റോർ ചെയ്ത് ആ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കും. ആ ഔട്ട്പുട്ട് എന്താണോ അതിനെയായിരിക്കും തിരിച്ച് റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ ഈ കേസിലാണ് റിസൾട്ട് എന്ന വേരിയബിളിന്റെ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, റിസൾട്ട് എന്ന വേരിയബിൾ അല്ല റിട്ടേൺ ചെയ്യുന്നത്, അതിലുള്ള വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. അത് ഇൻറ്റീജർ ആണെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ആ ഇൻറ്റീജർ വാല്യൂ തിരിച്ച് റിട്ടേൺ ചെയ്യും. അതാണ് ഈ പോർഷനിൽ വരുന്നത്. അതായിരിക്കും ഈ %d എന്ന് പറയുന്ന ആ ടേമിൻ്റെ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഫംഗ്ഷൻ കോൾ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ഡൗട്ടും വരും, ഇവിടെ ഈ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിന്റെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരാം. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് റിട്ടേൺ എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് റിസൾട്ട് എന്ന വേരിയബിളൊക്കെ എഴുതുന്നതിന് പകരം ഡയറക്റ്റ് ആയിട്ട് x+y എന്ന് മെൻഷൻ ചെയ്തൂടെ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരാം. നമുക്ക് അങ്ങനെയും എഴുതാം. ഇതുപോലെ തന്നെ ഇവിടെ ഞാൻ ഇവിടെ കണ്ടതുപോലെ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിൾ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ആയിട്ട് റിട്ടേൺ എന്ന് എഴുതി റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് x+y എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം എയുടെയും ബിയുടെയും വാല്യൂസ് വന്ന് എക്സിലും വൈയിലോട്ടും സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റിന് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. x+y കിട്ടുന്ന ആൻസർ എന്താണോ, ആ എക്സ്പ്രഷന്റെ റിസൾട്ട് എന്താണോ അതാണ് റിട്ടേൺ ചെയ്യുന്നത്. അത് ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും, അതിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഈ പോർഷൻ കൊണ്ടുവരുന്നത് അതിനെ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ നോക്കും. അപ്പം ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റിട്ടേണിൻ്റെ അകത്ത് വേരിയബിൾ മെൻഷൻ ചെയ്യാതെ ആ ഇക്വേഷൻ എന്താണോ അത് തന്നെ നമുക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാനൊക്കും. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ അഡീഷണൽ പിന്നെ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണമെങ്കിൽ, ഇപ്പോൾ അഡീഷണൽ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് വേറെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കോൾ ചെയ്യാം. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എക്സ്പ്രഷനോ ഇക്വേഷനോ അല്ലെങ്കിൽ പിന്നെയും വേറെ ഒരു ഫംഗ്ഷൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ റിട്ടേൺ ഫംഗ്ഷൻ്റെ അകത്ത് ഉപയോഗിക്കാനൊക്കും. അപ്പം ഇങ്ങനെയാണ്. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഫംഗ്ഷൻ അഡീഷണൽ ആയിട്ടുള്ള യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുകയും യൂസ് ചെയ്യുകയും ചെയ്യാം. ഇനി ഒരു സംഭവം എന്തെന്ന് വെച്ചാൽ, ഞാൻ ഒരു കേസ് പറയുന്നു എന്നേ ഉള്ളൂ. ചില സ്പെഷ്യൽ കേസസ് ആണ്, നിങ്ങൾ മനസ്സിലിരിക്കുക, കുറച്ച് ടിപ്സ് പറഞ്ഞു തരികയാണെന്നാണ്. ഇവിടെ ഇപ്പം സം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സം ഈക്വൽ ടു ആണ് അഡീഷൻ എഴുതി A, B എന്ന് കൊടുത്തിട്ടുള്ളത്. നമുക്കിപ്പം ഇവിടെ അഡീഷൻ എന്ന പേരാണ് ഞാനിവിടെ ഈ ഫംഗ്ഷന് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷന് ഞാനിവിടെ പേര് കൊടുത്തിട്ടുള്ളത് അഡീഷൻ എന്നാണ്. എനിക്കിവിടെ ഈ അഡീഷൻ എന്ന് പറയുന്ന പേര് അഡീഷൻ എന്ന് പറയുന്നതിന് പകരം സം എന്ന പേരിൽ തന്നെ എനിക്കിവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് ഇവിടെ ഈ കാണിച്ചിരിക്കും പോലെ ഇവിടെ സം എന്ന പേരിലാണ് ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഫംഗ്ഷനെ തന്നെയാണ് ഈ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് ഞാൻ കോൾ ചെയ്തിരിക്കുന്നത്. അതായത് സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ ഇങ്ങനെ വരുന്നത് സം ഈക്വൽ ടു സം A, B എന്ന് ഇവിടെ ആയിപ്പോൾ. ഇത് കുറച്ച് കൺഫ്യൂഷൻ ആവും, നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ സം എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനാണ് ഉദ്ദേശിക്കുന്നത്, ഈ സം എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ്റെ അകത്തുള്ള ഒരു വേരിയബിൾ എന്നാണ്. അപ്പം സെയിം നെയിമാണ് ഈ വേരിയബിളിനും ഈ സമ്മിനും ഉള്ളത്. ഇങ്ങനെ ഒരു രീതി പ്രോഗ്രാം റൺ ആവത്തില്ല, അതിന് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇങ്ങനെ ഒരു രീതി പ്രോഗ്രാം റൺ ആവത്തില്ല. മുമ്പ് നമ്മൾ പഠിച്ചായിരുന്നു, വേരിയബിളിന്റെ സെയിം പേര് തന്നെ അറേയിലും ആ പ്രോഗ്രാമിൽ അറേയ്ക്കും കൊടുക്കാനൊക്കത്തില്ല എന്ന് നമ്മൾ പഠിച്ചു. അതായത് ഒരു പ്രോഗ്രാമിൽ സെയിം നെയിം തന്നെ ഒരു വേരിയബിളിനും അറേയ്ക്കും കൂടെ ഒരുമിച്ച് കൊടുക്കാനൊക്കത്തില്ല, ഡിഫറെൻറ്റ് നെയിംസ് കൊടുക്കണമെന്ന് പഠിച്ചു. അതുപോലെ തന്നെയാണ് സെയിം പേരിൽ തന്നെ വേരിയബിളും അറേയും അല്ലെങ്കിൽ ഫംഗ്ഷനും ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഡിഫറെൻറ്റ് നെയിംസ് കൊടുക്കാൻ ശ്രമിക്കുക. ഇത് ചില കേസിൽ ഇത് റൺ ആയെന്ന് വരും, പക്ഷേ എല്ലാ കേസിലും റൺ ആവത്തില്ല. ചിലപ്പം കമ്പൈലേഷൻ എറർ കാണിക്കും. സപ്പോസ് ഇപ്പോൾ ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഈ സം എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യാത്ത ഫംഗ്ഷൻ്റെ അകത്ത് എനിക്ക് വേണമെങ്കിൽ ഈ ചെയ്യാത്ത ഫംഗ്ഷൻ്റെ അകത്ത് ഈ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് റൺ ചെയ്യാനായിട്ട് പറ്റും.
അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. നിങ്ങൾ എഴുതുമ്പോൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഇങ്ങനെ സെയിം പേര് തന്നെ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഈ പ്രോഗ്രാം ഇപ്പം എക്സിക്യൂട്ട് ചെയ്യാൻ നിന്നാൽ റൺ ആവത്തില്ല, എറർ കാണിക്കും. കാരണം ഒരു വേരിയബിളിനും ഫംഗ്ഷനും സെയിം നെയിം ആണ് വന്നിട്ടുള്ളത്. എല്ലാ കേസിലും ഇങ്ങനെ എറർ കാണിക്കണമെന്നില്ല, പക്ഷേ ചില കേസിൽ ഇങ്ങനെ എറർ കാണിച്ചു തന്നിരിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കാര്യം അവോയ്ഡ് ചെയ്യുക. ഡിഫറെൻറ്റ് നെയിംസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ആക്ച്വലി വർക്ക് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. ഇവിടെ ഇപ്പം ഞാൻ അഡീഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. അതിൽ എ കോമ ബി, ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഈ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിച്ച ആ വേരിയബിൾസ് എയും ബി ആണ് ഞാൻ ഈ അഡീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്ത സമയത്ത് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആ വാല്യൂസ് വന്ന് ഈ അഡീഷൻ എന്ന് പറയുന്ന ഈ ഫംഗ്ഷനിലോട്ട് സ്റ്റോർ ചെയ്യും. ഇവിടെയും ഞാൻ എയും ബി എന്ന് പറയുന്ന വേരിയബിൾസ് തന്നെയാണ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി വർക്കാകും, യാതൊരു കുഴപ്പമില്ലാതെ വർക്കാകും. കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഈ എയും ബിയും എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഇൻറ്റീജർ വേരിയബിൾസ് ആണ്. ഈ എ ബി എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഇൻറ്റീജർ വേരിയബിൾസ് ആണ്. ഈ വേരിയബിൾസ് എന്ന് പറയുന്നത് ലോക്കൽ വേരിയബിൾസ് എന്ന കാറ്റഗറിക്കകത്ത് വരുന്ന സംഭവമാണ്. ഈ എയും ബിയും പിന്നെ ഈ എയും ബിയും ഇത് രണ്ടും രണ്ടാണ്. ഈ എ അല്ല ഈ എ, രണ്ടും രണ്ട് എ ആണ്. ആ പേര് മാത്രമേ സെയിം ആയിട്ട് വരുന്നുള്ളൂ, പക്ഷെ രണ്ടും രണ്ടാണ്. കാരണം ഈ എ എന്ന് പറയുന്നത് മെയിൻ എന്ന ഫംഗ്ഷനിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലോക്കൽ വേരിയബിൾ ആണ്. എന്നാൽ ഈ എ എന്ന് പറയുന്നത് അഡീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലോക്കൽ വേരിയബിൾ ആണ്. ഈ വേരിയബിൾസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ മോഡ്യൂളിൽ തന്നെ ഇനിയുള്ള ക്ലാസ്സസിൽ നമ്മൾ പഠിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കുക, വേരിയബിൾസ് ബേസിക്കലി രണ്ട് ടൈപ്പ് ഉണ്ട്, ലോക്കൽ വേരിയബിൾസും ഗ്ലോബൽ വേരിയബിൾസും. ഗ്ലോബൽ വേരിയബിൾസ് എന്ന കൺസെപ്റ്റിൽ നമ്മൾ ഇതേവരെ യാതൊരു പ്രോഗ്രാമും ചെയ്തിട്ടില്ല. ഒരു പ്രോഗ്രാമിലും ഗ്ലോബൽ വേരിയബിൾസ് എന്ന കാറ്റഗറിയിൽ ഒരു വേരിയബിളും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലോബൽ വേരിയബിൾസിനെ പറ്റി നമുക്ക് അറിയത്തില്ല, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. നമ്മൾ ഇത്രയും ദിവസം പഠിച്ചതിൽ ഈ ലോക്കൽ വേരിയബിൾസിനെ പറ്റി മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതായത് ഇൻറ്റ് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനെ പറ്റി മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ വേരിയബിൾസിനെ ലോക്കൽ വേരിയബിൾസ് എന്നാണ് പറയുന്നത്. ഈ ലോക്കൽ വേരിയബിൾസിന്റെ പ്രത്യേകത, കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ഫംഗ്ഷൻ്റെ അകത്താണോ ഡിക്ലെയർ ചെയ്യുന്ന ആ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ അതിന് ലൈഫ് ഉള്ളൂ. അതായത് ആ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ അതിൻ്റെ വാല്യൂസ് റീറ്റെയിൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം അഡീഷൻ എന്ന് പറഞ്ഞ് എ ബി എന്ന വാല്യൂസ്, ഈ എ ബി എന്ന് പറയുന്ന വേരിയബിൾസിന്റെ വാല്യൂസിനെയാണ് ഈ അഡീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് സെൻഡ് ചെയ്തത്. ആ സെൻഡ് ചെയ്യുന്ന സമയത്ത് അത് വന്ന് ഇവിടുത്തെ എയും ബിയും എന്ന വേരിയബിൾസിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ എയും ബിയും എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് ഈ അഡീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷന് വേണ്ടി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേരിയബിൾസ് ആണ് ഈ എയും ബിയും എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ക്ലാഷ് ആവത്തില്ല. കാരണം ഇതിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഇതും ഒരു ലോക്കൽ വേരിയബിൾ തന്നെയാണ്. ഈ രണ്ടും എന്ന് പറയുന്നത് ലോക്കൽ വേരിയബിൾസ് തന്നെയാണ്. ഇതിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷന്റെ അകത്ത് മാത്രമേ ഉള്ളൂ. അതായത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ അകത്ത് വെച്ച് എയുടെയും ബിയുടെയും വാല്യൂസ് ചേഞ്ച് ചെയ്താൽ ആ ചേഞ്ച് ഈ ഫംഗ്ഷൻ്റെ അകത്ത് റിഫ്ലക്റ്റ് ആവത്തില്ല. ഈ ഫംഗ്ഷൻ്റെ അകത്തുള്ള എയുടെയും ബിയുടെയും വാല്യൂസ് ചേഞ്ച് ചെയ്യാനായിട്ട് എനിക്ക് ഇവിടെ വാല്യൂസ് ചേഞ്ച് ചെയ്തിട്ട് കാര്യമില്ല. ഇവിടുത്തെ എയുടെയും ബിയുടെയും വാല്യൂസ് ചേഞ്ച് ചെയ്താൽ അത് ഈ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ ഒതുങ്ങി നിൽക്കത്തുള്ളൂ. ഈ ഫംഗ്ഷൻ്റെ അകത്ത് യാതൊരു മാറ്റവും വരുത്തത്തില്ല. കാരണം ഇത് രണ്ടും രണ്ടാണ്, രണ്ട് ഫംഗ്ഷൻസിൽ ക്രിയേറ്റ് ചെയ്ത വേരിയബിൾസ് ആണ്. ഇത് രണ്ട് ലോക്കൽ വേരിയബിൾസ് ആണ്. ആ പർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ അതിന് ലൈഫ് ഉള്ളൂ. ഇവിടുത്തെ എയുടെയും ബിയുടെയും ബിയുടെയും വാല്യൂസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ അകത്ത് വെച്ച് തന്നെ ചേഞ്ച് ചെയ്യണം. ഇതിൻ്റെ അകത്ത് വെച്ച് ചേഞ്ച് ചെയ്താൽ അത് വർക്കാവത്തില്ല. ചേഞ്ച് ചെയ്യാം, അതിനുവേണ്ടി പോയിന്റേഴ്സ് ഒക്കെ ഉപയോഗിക്കണം. നമ്മൾ ആ പോർഷനിലോട്ടൊന്നും എത്തിയില്ല, അതിന് പ്രത്യേകം മെത്തേഡ് ഉണ്ട്. അതല്ലാതെ നോർമൽ കേസിൽ ഒരു വേരിയബിളിനെ ആ പർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ അകത്ത് വെച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ ഇപ്പം ഞാനിവിടെ അഡീഷൻ എന്ന് പറഞ്ഞിട്ട് എയും ബിയും എന്ന വേരിയബിൾസിൻ്റെ വാല്യൂസ് ആണ് സെൻഡ് ചെയ്തത്. അതൊന്ന് ഇവിടുത്തെ എയിലും ബിയിലും എന്ന വേരിയബിൾസിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് അതിനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്ത് A+B എന്ന് സംഭവം എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് എന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ആ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂവിനെയാണ് തിരിച്ച് മെയിൻ ഫംഗ്ഷനിലോട്ട് സെൻഡ് ചെയ്യുന്നത്. അപ്പോഴാണ് ശ്രദ്ധിക്കുക, റിസൾട്ട് എന്ന വേരിയബിളിനെ അല്ല സെൻഡ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റോർ ചെയ്യിക്കുന്ന വാല്യൂവിനെയാണ്, ഇൻറ്റീജർ വാല്യൂവിനെയാണ് തിരിച്ച് മെയിൻ ഫംഗ്ഷനിലോട്ട് റിട്ടേൺ ചെയ്യുന്നത്. അതാണ് ഈ പോയിന്റിലോട്ട് വരുന്നത്. റിസൾട്ട് ഈ പോയിന്റിലോട്ട് വരും. അപ്പം ആക്ച്വലി നമുക്ക് സെയിം പേരിലുള്ള മൾട്ടിപ്പിൾ വേരിയബിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, പക്ഷേ അത് ഡിഫറെൻറ്റ് ഫംഗ്ഷനിലോട്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മളിങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇവിടെ ഒരു മെയിൻ ഫംഗ്ഷനിൽ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്ത് ആ സെയിം പേരിൽ തന്നെ വേറെ ഫംഗ്ഷനിൽ നമ്മൾ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിൽക്കത്തില്ല. ചെയ്താലും വർക്കാവും, പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ പോലെ കുറച്ച് കൺഫ്യൂഷനായി പോയി എന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് സാധാരണ അങ്ങനെ ഉപയോഗിക്കാറില്ല. എല്ലാവരും ഡിഫറെൻറ്റ് വേരിയബിൾസേ സാധാരണ യൂസ് ചെയ്യാറുള്ളൂ. എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ലോക്കൽ വേരിയബിൾസ്, ഗ്ലോബൽ വേരിയബിൾസിൻ്റെ കൺസെപ്റ്റ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പം കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം.
അപ്പം ഈ ഒരു സംഭവം. ഇനി ഞാൻ ഇവിടെ പറയുന്നത്, ഇവിടെ ഇപ്പം ഞാൻ ഈ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ ആണ് റിട്ടേൺ ചെയ്തതെന്ന് കരുതുക. ഞാൻ ഈ ലോക്കൽ വേരിയബിൾസിന്റെ ആ കൺസെപ്റ്റിലുള്ള കാര്യം തന്നെയാണ് ഞാനിപ്പം പറയുന്നത്. എനിക്കിപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇഗ്നോർ ചെയ്യുക, അത് നോക്കണ്ട. നമ്മളിവിടെ ഫംഗ്ഷനെ കോൾ ചെയ്തു. ആ കോൾ ചെയ്തത് പ്രകാരം ഈ വാല്യൂസ് ഇവിടെ എത്തി. ഇവിടെ അതിനെ പ്രോസസ്സ് ചെയ്ത് റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ കണ്ടെത്തി. a പ്ലസ് ബി ഈക്വൽ ടു റിസൾട്ട് ഈക്വൽ ടു a പ്ലസ് ബി എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് a പ്ലസ് ബി സം ചെയ്ത് അത് റിസൾട്ട് എന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഈ റിസൾട്ട് എന്ന് പറയുന്നതും ഒരു ലോക്കൽ വേരിയബിൾ ആണ്. അത് ഈ ഫംഗ്ഷന്റെ അകത്താണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷന്റെ അകത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സപ്പോസ് ഇപ്പം എനിക്കിവിടെ സം എന്ന് പറയുന്ന വേരിയബിൾ ഞാൻ ഇവിടെ ഈ ഫംഗ്ഷനിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വേരിയബിൾ ആണ്. അതാണ് സം ഈക്വൽ ടു അഡീഷൻ എ ബി എന്ന് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ സമ്മിന് പകരം ഈ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ കിടന്നോട്ടെ, നമുക്ക് കുഴപ്പമില്ല. ഞാൻ ഇവിടെ സമ്മിന് പകരം ഈ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിനെയാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തത്. ആ റിസൾട്ട് ആണല്ലോ a പ്ലസ് ബി എന്നുള്ളത്. അതായത് a പ്ലസ് ബി കാൽക്കുലേറ്റ് ചെയ്ത് റിസൾട്ട് എന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു. എനിക്ക് ആ വാല്യൂ തന്നെയാണ് എനിക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്, പെർസെൻറ്റേജ് ഡിയുടെ സ്ഥാനത്ത് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇവിടെ സമ്മിന് പകരം റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളാണ് മെൻഷൻ ചെയ്തിരിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പ്രോഗ്രാം എറർ കാണിക്കും. കാരണം ഈ റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷനിലാണ് ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അത് ഈ ഫംഗ്ഷന്റെ അകത്ത് മാത്രമേ ഒതുങ്ങിയിരിക്കത്തുള്ളൂ. ഈ ഫംഗ്ഷന്റെ അകത്ത് മാത്രമേ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിന്റെ ലൈഫ് ഉള്ളൂ. ഈ ഫംഗ്ഷന്റെ പുറത്ത് ഈ റിസൾട്ടിന് വാല്യൂ ക്യാരി ചെയ്യാനൊക്കത്തില്ല. അതായത് ഇവിടെ ഇപ്പോൾ റിസൾട്ട് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അത് എറർ കാണിക്കും. എറർ കാണിക്കുന്നതിന്റെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ അകത്ത് റിസൾട്ട് എന്ന് പറയുന്ന പേരിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇവിടെ ഇന്റീജർ എ ബി പിന്നെ സം, ഈ 3 വേരിയബിൾസ് മാത്രമേ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇതൊരു ലോക്കൽ വേരിയബിൾ ആണല്ലോ. ഈ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ലോക്കൽ വേരിയബിൾ ആണ്. അത് ഈ ഫംഗ്ഷന് വേണ്ടിയാണ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ലോക്കൽ വേരിയബിൾ ആണ്. ഗ്ലോബൽ വേരിയബിൾ ആയിരുന്നുവെങ്കിൽ എനിക്ക് ഇവിടെ യൂസ് ചെയ്യാമായിരുന്നു. ഗ്ലോബൽ വേരിയബിൾ എന്ന സംഭവം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പോൾ അത് നമ്മൾ പഠിക്കുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഇപ്പോൾ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ ഈ ഒരു അഡീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അത് ഈ അഡീഷൻ്റെ പുറത്ത് മറ്റൊരു ഫംഗ്ഷനിൽ, അതായത് മെയിൻ ഫംഗ്ഷനിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ ഒക്കത്തില്ല. അത് വർക്ക് ആവത്തില്ല. കാരണം ഈ മെയിൻ എന്ന ഫംഗ്ഷനിൽ ഉപയോഗിക്കേണ്ട വേരിയബിൾസ് ഈ ഫംഗ്ഷനിൽ തന്നെ ഡിക്ലെയർ ചെയ്തതായിരിക്കണം. റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഈ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ സംഭവം വർക്ക് ആവത്തില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളിവിടെ റിട്ടേൺ ചെയ്യുക എന്ന് പറയുന്നത് റിസൾട്ട് എന്ന വേരിയബിളിനെ അല്ല റിട്ടേൺ ചെയ്യുന്നത്, അതിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂവിനെയാണ് തിരിച്ച് മെയിൻ ഫംഗ്ഷനിലോട്ട് റിട്ടേൺ ചെയ്യുന്നത്. ആ വാല്യൂ നേരെ ഈ എവിടെയാണോ ഫംഗ്ഷൻ കോൾ ചെയ്തത് ആ പോയിന്റിലോട്ടായിരിക്കും ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യുന്ന ആ വാല്യൂ എത്തുന്നതും അതിനെയാണ് സം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ. താങ്ക് യു.